കോൺഗ്രസ് നേതൃത്വം ശ്രീനാരായണ ഗുരുവിനെ അവഹേളിച്ചതായി SNDP ബത്തേരി യൂണിയൻ നേതൃത്വം പ്രമേയം പാസാക്കി. ദൈവദശകം ചൊല്ലുന്നത് നിർത്തിവെപ്പിച്ചു. സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഗുരുവിനോട് അനാദരവ് കാട്ടിയെന്നും SNDP നേതൃത്വം കുറ്റപ്പെടുത്തി. കോൺഗ്രസ് നേതൃത്വം ശ്രീനാരായണ ഗുരുവിനെ അവഹേളിച്ചതായി SNDP ബത്തേരി യൂണിയൻ പ്രമേയം പാസാക്കി. ദൈവദശകം ചൊല്ലുന്നത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്നപ്പോൾ നിർത്തിവെപ്പിച്ചു. ദൈവദശകം ചൊല്ലുന്നത് തുടങ്ങിയാൽ പകുതി വെച്ച് നിർത്തരുതെന്നും SNDP യൂണിയൻ. കോൺഗ്രസ് നേതൃത്വം ഇതുവഴി ജില്ലയിലെ ശ്രീനാരായണീയരെ മുഴുവൻ അധിക്ഷേപിക്കുകയായിരുന്നുവെന്നും SNDP പ്രമേയം പാസാക്കി. ഇതാണ് വിവാദത്തിന് അടിസ്ഥാനമായിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു സമാധി ദിനത്തിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും SNDP കൽപ്പറ്റ യൂണിയൻ ഓഫീസിൽ നടത്തിയ സന്ദർശനത്തിനെ ചൊല്ലിയാണ് വിവാദം. ഈഴവത്തീയ സമുദായങ്ങൾക്ക് മതിയായ പരിഗണന കോൺഗ്രസിൽ ലഭിക്കുന്നില്ല എന്ന ആക്ഷേപത്തിന് മറയിടുന്നതിനായി പാർട്ടി നേതാക്കൾ ചിലർ ഗൂഢാലോചന നടത്തി MPമാരെ യൂണിയൻ ഓഫീസിൽ എത്തിച്ചെന്നാണ് യോഗത്തിൽ കുറ്റപ്പെടുത്തൽ. യൂണിയൻ ഓഫീസിൽ നടക്കുകയായിരുന്ന ദൈവദശകം ആലാപനം സുരക്ഷാ ഉദ്യോഗസ്ഥർ നിർത്തിവെപ്പിച്ചത് ഗുരുവിനോടുള്ള അവഹേളനമാണെന്നും യോഗം അഭിപ്രായപ്പെട്ടതായി SNDP യോഗം ബത്തേരി യൂണിയൻ കൺവീനർ NK ഷാജി തുറന്നടിച്ചു. ഏതാണ്ട് 12 മണിക്കൂർ കൊണ്ട് പ്ലാൻ ചെയ്ത ഒരു പരിപാടി എന്നുള്ള നിലയിലാണ് ഈ കൽപ്പറ്റയിലെ സന്ദർശനം ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആലപിച്ചുകൊണ്ടിരുന്ന ദൈവദശകം എന്ന പ്രാർത്ഥനാ ഗീതത്തിനെ ഇടയ്ക്ക് നിർത്താൻ CISFകാർ ആവശ്യപ്പെട്ടതുപോലെ നിർത്തിവെച്ചുകൊണ്ട് വളരെ ഒരു ഫോട്ടോഷൂട്ട് പരിപാടിയിൽ ആ പരിപാടി നടത്തി എന്ന് പറയുന്നത് ഈ സമുദായത്തോടും ഈ സംഘടനയോടും ഒക്കെ ചെയ്ത വലിയ അവഹേളനമായിട്ട് മാത്രമേ അതിനെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ദൈവദശകം ആലാപനം തുടങ്ങിയാൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയിൽ പങ്കാളികളാവുകയോ അല്ലെങ്കിൽ പ്രാർത്ഥന കഴിയുന്നതുവരെ കാത്തുനിൽക്കുകയോ ആണ് നേതാക്കൾ ചെയ്യേണ്ടിയിരുന്നത്. ഗുരുവിനെക്കുറിച്ച് ഒരക്ഷരം പോലും പ്രതിപാദിക്കാതെയാണ് MPമാർ ഹ്രസ്വദർശനം നടത്തി മടങ്ങിയത്. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 7-ന് ബത്തേരി ടൗണിൽ നടന്ന ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പ്രിയങ്ക എത്തുമെന്ന് അറിയിച്ചിട്ടും പ്രിയങ്ക ഗാന്ധി എത്തിയില്ലെന്നും ആക്ഷേപമുയരുകയാണ്. ഇത്തരം രീതികളിൽ യൂണിയന്റെ ശക്തമായ പ്രതിഷേധം മണ്ഡലം ഭാരവാഹികൾ അറിയിച്ചു. PV ജോഷില, കൈരളി ന്യൂസ്, വയനാട്.